ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിന് ബാക്കി അത് കൽക്കണ്ടാണ്, അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലല്ല, നിങ്ങളുടെ കയ്യിലുള്ള സാധനം MDMA ആണ്, നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുവന്നത്, എവിടെ നിന്ന് കിട്ടി, അങ്ങനെ കിട്ടി? MDMA എന്ന് പറഞ്ഞ് കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കൽക്കണ്ടം. കാസർഗോഡ് സ്വദേശി ബിജു, കണ്ണൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർ 5 മാസം ജയിലിൽ കിടന്ന ശേഷമാണ് രാസപരിശോധനാ ഫലം വന്നത്. എന്റെ സുഹൃത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടെയ്നർ ലോറി ഒന്നിച്ച് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ മംഗലാപുരത്ത് ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ അവന്റെ കുട്ടികൾക്കുള്ള ആവശ്യാർത്ഥം മേടിച്ചൊരു 100 ഗ്രാം കൽക്കണ്ടം അവന്റെ കയ്യിലുണ്ട്. ചാവടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി 5-6 പേര് വന്നു. പിന്നെ ലുങ്കി നമ്മൾ സാധാരണ സിവിലിൽ വന്നൊരു സംഗതി പെട്ടെന്ന് കൈ കയറി പിടിച്ചു. ഞങ്ങൾ സ്ക്വാഡാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാട് കീശലിനോട് വെച്ചു. ഞാൻ 2 കീശലും മൂലാറുണ്ട്, അവന്റെ കീശലിനോട് വെച്ചു. ഞാൻ എനിക്കറിയത്തില്ല. അപ്പൊ ഇവര് പരിശോധിക്കുന്ന സംഗതി നമ്മളെ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കിയുള്ളത് 58 ഗ്രാം സാധനമുണ്ട്. അവർ തൂക്കി നോക്കുമ്പോൾ അങ്ങനെയാണ്, അത് മകസറിലുണ്ട്, എഫ്ഐആറിലുണ്ട്. ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കി അത് കൽക്കണ്ടാണ്, അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലല്ല, ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുപോകുന്നത്, എവിടെ നിന്ന് കിട്ടിയ? ആ പാവം പിടിച്ച മനുഷ്യൻ 5 മാസം അനുഭവിച്ച മാനഹാനിക്ക് ആരാണ് ഉത്തരവാദി? അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട എല്ലാ ആളുകളും. ഇതുപോലെ MDMA പോലെയുള്ള വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരാളുടെ കുടുംബമായി 5 മാസമാണ് ജീവിച്ചത്. നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള നമ്മുടെ കേരളത്തില് ഒരു കൽക്കണ്ടം തിരിച്ചറിയാനായിട്ട് 5 മാസം എടുത്തു. ഇത് ആരുടെ പോരായ്മയാണ്? നമ്മുടെ സിസ്റ്റത്തിന്റെയോ അതോ നമ്മുടെ നാട്ടുകാരുടെയോ നമ്മുടെ പോലീസിന്റെയോ? ആരുടെ പ്രശ്നമാണ്? ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? ഒരു കൽക്കണ്ടം കണ്ടാൽ പോലും മനസ്സിലാകാത്ത, അല്ലെങ്കിൽ ഒരു സ്മെല്ല് ചെയ്താൽ പോലും മനസ്സിലാകുന്ന ഒരു കൽക്കണ്ടം എന്ന് പറയുന്ന സാധനം, ഒരു തുള്ളി നാവിൽ വെച്ച് നോക്കിയാൽ പോലും മനസ്സിലാകുന്ന ഒരു സാധനം, ഇതുപോലെയുള്ള മയക്കുമരുന്ന് വസ്തുക്കളാണെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയ ആ ഒരു ടീമിനോട് ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ നാട്ടിലെ ഒരു സമാധിയുടെ റിപ്പോർട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ വെടി പൊട്ടിച്ചു. സമാധിയും വന്നില്ല, റിപ്പോർട്ടും വന്നില്ല, ആരും അറിഞ്ഞുമില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ ഈ 5 മാസം കൊണ്ട് കൽക്കണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. 5 വർഷം എടുക്കാഞ്ഞത് ആരുടെയൊക്കെയോ കുരുത്തമാണെന്ന് അങ്ങ് കരുതിയാ മതി. പക്ഷെ എന്നാലും ആ പാവം പിടിച്ച ആ ഒരു മനുഷ്യനും അയാളുടെ കുടുംബവും അനുഭവിച്ച മാനക്കേട് അതെങ്ങനെ മാറ്റി കൊടുക്കും ഈ സാറുമാര്?